വിദ്യാർത്ഥി സംഘടനകളുടെ സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ. ഇപ്പോൾ സുനിൽ അരിമാനൂർ വീണ്ടും ചേരുന്നുണ്ട്. സുനിൽ, കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകളും ആണ് ഉപസമിതി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ സർക്കാരിന്റെ കൈകളിലേക്കാണ് ഈ റിപ്പോർട്ട് എത്തുന്നത്. സിൻഡിക്കേറ്റ് ഇന്ന് സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഉള്ള സാധ്യതകൾ ഉരുത്തിരിയുന്നുണ്ടോ? നടത്തിവരുന്ന സമരങ്ങൾ ന്യായമാണെന്ന് പത്രദ്വാര സ്വാമി, ഇക്കാര്യത്തിൽ സർക്കാരാണ് ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കാരണം സർക്കാരിന്റെ കൈകളിലേക്കാണ് ഇപ്പോൾ ബോൾ എത്തിയിരിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് കൂടുതൽ നടപടി സ്വീകരിക്കാതെ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇതിനകത്ത് ഇനി ഏതൊക്കെ പരാതിയിന്മേൽ എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും സർക്കാർ തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അന്ന് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, സർവകലാശാലയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നിങ്ങളുടെ കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ചുള്ള നടപടികളിലേക്കായിരിക്കും സർക്കാർ പോവുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ അതായത് റിപ്പോർട്ട് പോകാൻ പോകുന്നത്. നിങ്ങളടുത്ത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അന്ന് പറഞ്ഞത് റിപ്പോർട്ട് കിട്ടട്ടെ, അതിനനുസരിച്ച് നിങ്ങളുടെ സമരത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും അധികം താമസം വരുന്നത്? ഈ ഒരു റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് സർക്കാർ എന്തെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ഒരു വിദ്യാർത്ഥി സമരത്തെ നമ്മൾ നോക്കുകയാണ്, ഇത്തരത്തിലൊരു ആരോപണം സർക്കാർ വൈകുന്നതെന്ന് പറയാം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹം അന്ന് ചോദിച്ചത് ന്യായമായൊരു സമയമാണ്, ഈ കാര്യങ്ങൾ വരട്ടെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നടപടി എടുക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹം തന്നിരുന്നത്. അതിനനുസരിച്ച് ഇപ്പം ഇന്നലെയാണ് റിപ്പോർട്ട്, ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഏറ്റവും ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം സമരം 154 ദിവസത്തോളം നീണ്ടതിന് ശേഷമാണ് ആ സമരം അവസാനത്തിലേക്ക് എത്തിയത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ സമരം തുടങ്ങി 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ സിൻഡിക്കേറ്റിന്റെ ഉപസമിതി രൂപീകരിക്കപ്പെടുന്നു. 3 ദിവസം കൊണ്ട് തെളിവ് നടത്തുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഇവിടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് പോകുന്നു. അതിന്റെ ഈ ഒരു വേഗത്തിൽ തന്നെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർവകലാശാല വളരെ പെട്ടെന്ന് നടപടികൾ വന്നു. അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു, സർക്കാരിന്റെ കയ്യിൽ എത്താൻ പോകുന്നു. പക്ഷേ ഇതിനെയൊക്കെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും വരുന്നില്ല. ഇപ്പോഴും അവർ ധാർഷ്ട്യപരമായിട്ടുള്ള സമീപനത്തിലേക്ക് പോകുന്നു. അവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇവിടെ പോലീസിനെ ഇറക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ നീക്കം ചെയ്തുകൊണ്ട് അവർ കോളേജ് തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നു. ഈ ഒരു സമീപനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മാനേജ്മെന്റിൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷ വെച്ചിട്ടില്ല. അത്തരത്തിലൊരു പ്രതീക്ഷയുള്ള ഒരു മാനേജ്മെന്റ്, ഇത്തരം ഒരു സമരം, വിദ്യാർത്ഥികളുടെ ഈ സമരം ഒത്തുതീർക്കണം എന്നൊരു പ്രതീക്ഷയുള്ള മാനേജ്മെന്റ് ആയിരുന്നെങ്കിൽ അത് എന്നേ തീർക്കേണ്ട ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ 17 ദിവസമായി എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം, മറ്റ് സമരപന്തലുകളിലും നിരാഹാരം നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുന്ന ഒരു ഗവൺമെന്റ്, വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നടത്തും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറയുന്നത് കേട്ടു, 3 തവണ ഇവിടെ മാനേജ്മെന്റ് ചർച്ച നടത്തിയത്. എനിക്കറിയാം, ഈ ചർച്ചകൾ കൃത്യമായി സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ആകെ 1 തവണയാണ് ചർച്ച നടന്നിട്ടുള്ളത്. അതും ഒരു പ്രഹസനം എന്ന രീതിയിലാണ് ആ ചർച്ച. കാരണം 4 ബോർഡ് മെമ്പേഴ്സ്, ആകെ 18 20 എത്ര ബോർഡ് മെമ്പേഴ്സ് ഉള്ള ഒരു ബോർഡിൽ, മാനേജ്മെന്റ് ബോർഡിനകത്ത് ആകെ 4 ബോർഡ് മെമ്പേഴ്സ്, ഡയറക്ടർ അടക്കമുള്ള 4 പേര് വന്നുകൊണ്ട് ഒരു ചർച്ചയാണ് നടത്തിയത്. അതും വെറും പ്രഹസനം എന്ന രീതിയിൽ ഒരു തീരുമാനം, ഒത്തുതീർപ്പ് ചർച്ചയായിട്ട് അതിനെ ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. അവരും അതിനെ അംഗീകരിക്കുന്നില്ല. അത്തരത്തിൽ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ സമരം വിദ്യാർത്ഥി സമരം തന്നെയാണ്. ഇതിപ്പം തീർത്തും നിഷേധാത്മകമായ ഒരു സമീപനം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം കാര്യങ്ങൾ വഷളാകുന്നു. പക്ഷേ മാനേജ്മെന്റ് പോലീസിനെ ഇറക്കിക്കൊണ്ട് കോളേജ് നിങ്ങളെ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സമീപനം ഏതു തരത്തിലായി?
സമരം തുടങ്ങി ഏകദേശം 4ാമത്തെ ദിവസം തന്നെ ഹൈക്കോടതിയുടെ ഇന്ററിം ഓർഡർ ഇവിടെ മാനേജ്മെന്റിലും അതുപോലെ തന്നെ അവിടെ സ്റ്റാഫിനും വിദ്യാർത്ഥികൾക്കും സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇന്ററിം ഓർഡർ 3-4 ദിവസം മുമ്പ് സമരം തുടങ്ങി 3-4 ദിവസത്തിനകം തന്നെ ഈ മാനേജ്മെന്റ് ലഭിച്ചതാണ്. അന്ന് മുതൽ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുമുതൽ ഇവിടെ സമരം ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. ഇവിടെ ആരെയും തടയുന്നില്ല. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഡയറക്ടർ അടക്കമുള്ള ആൾക്കാരുടെ വണ്ടി ദിവസവും 5-10 തവണ ഇതിലേക്ക് കയറി ഇറങ്ങി പോവാണ്. ആ വണ്ടിയുടെ മേലെ ഒരു പോറൽ പോലും വീണിട്ടില്ല. അപ്പൊ അത്തരത്തിൽ പോലീസിന്റെ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നടപടികളെ ഒന്നും ഞങ്ങൾ പേടിക്കുന്നില്ല. അത്തരത്തിൽ ഇവിടെ ക്ലാസ് അടച്ചുകൊട്ട് ഞങ്ങളും ആദ്യം മുതലേ SFI ആവശ്യപ്പെട്ടത് ഇവിടെ ക്ലാസ് മുറികൾ തുറക്കണം, ഇവിടെ പഠനം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ്. അത്തരത്തിൽ ക്ലാസ് മുറികൾ തുറന്നു കഴിഞ്ഞാലും പക്ഷേ ഇത്തരത്തിൽ തീരുമാനമെത്താതെ ഇവിടെ ഇത് ക്ലാസ് തുറന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇതിനു മുമ്പും ഇവിടെ മാനേജ്മെന്റ് സമരത്തിനിടെ പോയതാണ്. പക്ഷേ അന്ന് തെറ്റിദ്ധാരണയുടെ പുറത്തല്ലാതെ 1-2 വിദ്യാർത്ഥികൾ വന്നു എന്നതല്ലാതെ മറ്റൊരു വിദ്യാർത്ഥിയും ഈ സമരമായിട്ട് അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കയറാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ഇനിയും അവസ്ഥ. അന്ന് അത് അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനിയും അവസ്ഥ അത് തന്നെയായിരിക്കും. അത്തരത്തിൽ പോലീസ് ഉത്തരവിനെ അല്ലെങ്കിൽ ഹൈക്കോടതി ഓർഡറിനെ ഞങ്ങൾ പേടിക്കുന്നില്ല. കാരണം ഈ സമരം സമാധാനപരമായ ഒരു സർഗാത്മക സമരമാണ്. അതുകൊണ്ട് തന്നെ അക്രമ സമരത്തിന്റെ രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് SFIക്ക് കൃത്യമായി ഉറപ്പ് പറയാൻ പറ്റും. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് SFI വിദ്യാർത്ഥികൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അക്രമാസക്തമായ സമരത്തിലേക്ക് പോകുന്നില്ല, കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകണം. അതുവരെ ഏതറ്റം വരെയും സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടത്തുന്ന വിദ്യാർത്ഥികളായാലും സ്വതന്ത്രമായി സമരം ചെയ്യുന്ന വനിതാ സ്റ്റുഡൻസ് ആയാലും അത്തരത്തിലൊരു നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റുകൾ ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കോളേജിലേക്ക് തനിക്ക് പ്രിൻസിപ്പലായി തന്നെ വരണം, പ്രിൻസിപ്പലിന്റെ ചുമതലയിലേക്ക് തന്നെ വീണ്ടും വരുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാമി, മറ്റൊരു കാര്യം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറണം എന്നുള്ള ആവശ്യം ശക്തമായി ഉന്നയിക്കുന്ന പശ്ചാത്തലവും ഈ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഓരോ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പശ്ചാത്തലവും തീർച്ചയായും കൂടുതൽ കുരുക്കുകൾ ലക്ഷ്മി നായർക്ക് കൂടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ വരുമ്പോൾ അവർക്ക് രാജിയല്ലാതെ മറ്റൊരു തരത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ള സൂചനയും തന്നെയാണ് നിയമവൃത്തങ്ങളും നൽകുന്നത്. ഏതായാലും നമുക്ക് ഓരോ മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങളും പുതിയ സമരത്തിന്റെ പാതകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായും അടുത്ത ബുള്ളറ്റിൽ അത്തരം പുതിയ ഏതെങ്കിലും തരത്തിലുള്ളവരുടെ തീർച്ചയായിട്ടും സുനിൽ, ലോ അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ലോ അക്കാദമി ഹൈക്കോടതിയുടെ സഹായത്തോടെ തുറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് മാനേജ്മെന്റ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ അറിയിക്കുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.